ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഓരോ പ്രായത്തിലും ഓരോ സാഹചര്യത്തിലും ചില കാര്യങ്ങൾ അവരുടെ ആത്മവിശ്വാസം കൂട്ടുന്നതായിട്ടുണ്ട്. ഒരാൾക്ക് സന്തോഷവും സംതൃപ്തിയും കിട്ടുന്ന കാര്യത്തിലായിരിക്കത്തില്ല മറ്റൊരാൾക്ക് കിട്ടുന്നത്. ഓരോരുത്തരുടെയും സാഹചര്യത്തിനനുസരിച്ച് അവരുടെ സങ്കല്പത്തിനും വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാറ്റഗറി തിരിച്ച് മാത്രമേ നമുക്കൊരു കാര്യം പറയാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് 10 പേരോട് ചോദിച്ചാൽ 10 തരത്തിലുള്ള കാഴ്ചപ്പാടായിരിക്കും. അപ്പം ഞാൻ ഇന്ന് പറയുന്നത്, പങ്കാളിക്ക് താല്പര്യം തോന്നാനായിട്ട് ഏത് തരത്തിലുള്ള പെരുമാറ്റ രീതിയാണ് നല്ലത്, പ്രത്യേകിച്ചും സ്ത്രീ പങ്കാളികളുടെ പെരുമാറ്റം. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ഏത് പങ്കാളികളാണെങ്കിലും റിലാക്സേഷൻ കണ്ടെത്തുന്നതിന് അവർക്ക് അവരുടേതായ ചില രീതികളുണ്ട്. ശരിക്കും പറഞ്ഞാൽ പൊതുവെ ഒരു ധാരണയുണ്ട്, ഈ ഒരു കാര്യത്തിന് കൂടുതലായിട്ട് മുൻകൈ എടുക്കേണ്ടത് പുരുഷ പങ്കാളിയാണ്, അവർക്കാണിത് കൂടുതലായിട്ട് ആവശ്യമുള്ളത് അല്ലെങ്കിൽ ആഗ്രഹമുള്ളത്. എന്നാൽ അങ്ങനെയൊന്നുമില്ല. സ്ത്രീക്കും പുരുഷനും ഇതിനോടുള്ള ആഗ്രഹം ഒരേപോലെയാണ്. പക്ഷേ അത് പ്രകടിപ്പിക്കുന്ന രീതിക്കകത്ത് വ്യത്യാസമുണ്ട്. അതുപോലെ പുരുഷന്മാരെ സംബന്ധിച്ച് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു മൂഡിലേക്ക് വരാൻ പറ്റും. അവരുടെ മനസ്സിൽ എപ്പോഴും ഇതുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകളാണ് നടക്കുന്നത് എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണയുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു കാര്യം സന്തോഷത്തോടെ അല്ലെങ്കിൽ 2 പേർക്കും സംതൃപ്തി കിട്ടുന്ന രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കൂടുതലായിട്ടും തയ്യാറെടുപ്പ് വേണ്ടി വരുന്നത് പുരുഷനാണ്. മാത്രമല്ല പല ഘട്ടത്തിലും സ്വയം നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ജോലി സംബന്ധമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള പല പ്രശ്നങ്ങളും കൂടുതലായിട്ട് ബാധിക്കുന്നത് പുരുഷ മനസ്സിനെയാണ്. ഇത് സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിൻ്റെ അളവിനെ കൂട്ടുന്നുണ്ട്. മാത്രമല്ല ടെസ്റ്റോസ്റ്ററോണിൻ്റെ പ്രവർത്തനത്തെ സാരമായിട്ട് ബാധിക്കുന്നുമുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ച് അവരുടെ ഉത്കണ്ഠയും ടെൻഷനും ഒന്നും കൂടുതലായിട്ട് പുറമേ പ്രകടിപ്പിക്കാറില്ല. അപ്പോൾ ഈ സമയത്ത് സ്നേഹമുള്ള സ്ത്രീ പങ്കാളികളെ സംബന്ധിച്ച് അവരെ ഈ ഒരു മൂഡിലേക്ക് കൊണ്ടുവരുത്താനായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. കാരണം ആരോഗ്യമുള്ള സ്ത്രീകളെ സംബന്ധിച്ച് ചില ദിവസങ്ങളിൽ അവർക്കിത് വേണമെന്ന് ശക്തമായിട്ട് ആഗ്രഹം തോന്നാറുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീ പങ്കാളികളെ സംബന്ധിച്ച് പലരും ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഒരാൾക്ക് താല്പര്യമുള്ള ദിവസം മറ്റേയാൾക്ക് താല്പര്യമില്ല. 2 വ്യക്തികൾ തമ്മിൽ ഒന്നിച്ചു കഴിയുമ്പോൾ പലതരത്തിലുള്ള മാനസിക അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നത്. ചിലർക്കാണെങ്കിൽ മിക്കവാറും ദിവസം ഒന്ന് തുടങ്ങിക്കിട്ടാൻ പാട്, വല്ലാത്തൊരു സ്റ്റാർട്ടിങ് ട്രബിളുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, നല്ല അടുപ്പമുള്ള പങ്കാളികളൊക്കെ ആണെങ്കിൽ ഒരു നോട്ടത്തിൽ കൂടെ അറിയാൻ പറ്റും, അറിയിക്കാനും പറ്റും. അതിൻ്റെ പ്രധാന കാരണം ശരീരത്തിനും മനസ്സിനും റിലാക്സേഷൻ കിട്ടാത്തൊരു മൈൻഡ് സെറ്റാണ്, അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈലാണ്. അതുപോലെ ബന്ധപ്പെടുന്ന ദിവസം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, തർക്കങ്ങൾ, ഇതൊക്കെ മനഃപൂർവ്വം ഒഴിവാക്കണം. നമ്മുടെ എനർജി ലെവൽ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ കാമത്തിൻ്റെ ഊർജം ശരിയായിട്ട് പ്രവർത്തിക്കത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ പുരുഷന്മാരെ സംബന്ധിച്ച് പങ്കാളിയുടെ ചില സമയത്തുള്ള പെരുമാറ്റ രീതികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഊർജത്തെ വളരെയേറെ സ്വാധീനിക്കുന്നുണ്ട്. ഏതെങ്കിലുമൊക്കെ കാര്യത്തിനകത്ത് ടെൻഷൻ അടിച്ചിരിക്കുന്നവരെ സംബന്ധിച്ച് ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കാൻ സ്ത്രീ പങ്കാളിക്ക് കഴിയും. ചിലർക്കാണെങ്കിൽ അതിനകത്തൊരു പ്രത്യേക കഴിവുണ്ട്. ഇവിടെ സ്നേഹത്തിൻ്റേതായിട്ടുള്ള സംസാരത്തിൽ കൂടി, സ്പർശനത്തിൽ കൂടി, ചുംബനത്തിൽ കൂടി ഒക്കെ തന്നെ പങ്കാളിയുടെ മനസ്സിനെ റിലാക്സ് ചെയ്യിപ്പിക്കാൻ സാധിക്കും. പങ്കാളികളെ സംബന്ധിച്ച് പെട്ടെന്ന് റിലാക്സ് ചെയ്യാനും എനർജി ലെവൽ കൂട്ടാനും ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കാലുകളിൽ മസാജ് ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും കാൽപാദത്തിലും വിരലുകളിലുമൊക്കെ ചില ക്രിയകൾ ചെയ്യുമ്പോൾ വല്ലാത്ത അനുഭൂതിയാണ്. അതുപോലെ മുകളിലേക്ക് വരുമ്പോൾ ഈ പ്രഷർ പോയിൻറ്റ്സിലൊക്കെ പ്രസ് ചെയ്യുന്നതിനകത്ത് വളരെയേറെ പ്രാധാന്യമുണ്ട്. നമ്മുടെ ബ്രെയിനിൽ നിന്ന് വരുന്ന പല നെർവ് എൻഡിങ്സും കാൽപാദങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ അരഭാഗത്തെ രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ ഇവിടെ ചെയ്യുന്ന ചില ക്രിയകൾക്ക് പറ്റും. തുടക്കം ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവസാനിപ്പിക്കുന്നത് മറ്റേതെങ്കിലും രീതിയിൽ കൂടെ ആയിരിക്കും കേട്ടോ. ചിലർക്കാണെങ്കിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനാ പാട്, പിന്നെ നന്നായിട്ട് ഓടിക്കോളും. അതുപോലെ പുരുഷന്മാരെ സംബന്ധിച്ച് അവരുടെ മൂഡിനെ കൂട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പങ്കാളിയുടെ വേഷവും പെരുമാറ്റവും. അതുപോലെ പുരുഷന്മാരെ സംബന്ധിച്ച് ചില പ്രത്യേക വസ്ത്രങ്ങളിൽ പങ്കാളിയെ കാണുമ്പോൾ മൈൻഡ് സെറ്റ് മാറാറുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല സീക്രട്ട് കോഡുകളും പുരുഷൻ്റെ ബ്രെയിനിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില പ്രത്യേക വേഷത്തിൽ ഏതൊരു വ്യക്തിയോടും അവർക്ക് കാമം തോന്നും. ഇവിടെ നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, 2 വ്യക്തികൾ തമ്മിലുള്ള ബന്ധം നിലനിർത്തുന്നതിനകത്ത് ആകർഷണത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് 2 പേരും ഇനി എത്ര സ്നേഹമാണെങ്കിലും പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യണം. ചില സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ഫേസിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ആകർഷണം തോന്നും. അതുപോലെ പങ്കാളിയുടെ ചില സമയത്തെ ഹെയർ സ്റ്റൈൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പുരുഷൻ്റെ ഊർജ്ജത്തെ വളരെയേറെ സ്വാധീനിക്കുന്നുണ്ട്. പലർക്കും ഒരു ധാരണയുണ്ട്, വീട്ടിൽ നിൽക്കുമ്പോൾ എന്തിനാണ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല.
ഈ കാര്യത്തിൽ ചില സ്ത്രീകളുടെ അമിത ആത്മവിശ്വാസവും അലസതയാണ് പുരുഷന് അവരോടുള്ള താല്പര്യം കുറയുന്നത്. ഞാൻ എങ്ങനെ ഇരുന്നാലും ഏത് രീതി പെരുമാറിയാലും ഏത് വേഷം ധരിച്ചാലും പങ്കാളിക്ക് എന്നോട് ആകർഷണമുണ്ട് എന്ന തെറ്റായ ചിന്ത. എന്നാൽ അമിതമായിട്ടുള്ള ഒരുക്കവും ഈ സാഹചര്യത്തിൽ അവരിഷ്ടപ്പെടുന്നില്ല. ഇതിനിടയ്ക്ക് ഞാനൊരു സൈക്കോളജി പറയട്ടെ. നമ്മുടെ ബ്രെയിനിലൊരു പ്രത്യേകതയുണ്ട്. ഏത് ഊർജത്തോടാണോ നമ്മൾ കൂടുതൽ സഹകരിക്കുന്നത് അല്ലെങ്കിൽ അടുത്തിരിക്കുന്നത്, ആ ഊർജം നമ്മളിലേക്കും വരും. എന്നുവെച്ചാൽ നമുക്കിപ്പോൾ കാമത്തിൻ്റെ ഊർജ്ജമാണ് കൂടുതലായിട്ടുള്ളതെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഷെയർ ചെയ്യും. നമുക്കിപ്പോൾ ഏത് തരത്തിലുള്ള ഒരു മൂഡാണ് ഒരാളിൽ കൂട്ടേണ്ടത് അല്ലെങ്കിൽ വരുത്തേണ്ടത്, അതനുസരിച്ചുള്ള ഊർജം ആദ്യം നമ്മളിൽ വരണം. അതുപോലെ ചില സ്ത്രീ പങ്കാളികളെ സംബന്ധിച്ച് ചുംബന സമയത്ത് കൈകൊണ്ട് ചില ക്രിയകൾ ചെയ്യാൻ പ്രത്യേക കഴിവാണ്. ഇത് പുരുഷനെ സംബന്ധിച്ച് അവിടേക്ക് നന്നായിട്ട് രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുപോലെ മാർദ്ദങ്ങൾ കൊണ്ടുള്ള ചില സമയത്ത് സ്പർശനങ്ങൾക്ക് ഇവിടെ വളരെയേറെ പ്രാധാന്യമുണ്ട്. ഈ സമയത്ത് ചെവിയുടെ അടുത്ത് ചെന്നിട്ട് രഹസ്യമായിട്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ എന്തോ ചില പ്രത്യേകതകൾ തോന്നാറുണ്ട്. ചിലർക്കാണെങ്കിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൻ്റെ സമയം വരുമ്പോൾ ഒരു പ്രത്യേക എനർജിയാണ്, ഒരു പ്രത്യേക മൈൻഡ്ഫുൾനെസ്സാണ്. അതുപോലെ ചില പുരുഷന്മാരെ സംബന്ധിച്ച് ശാരീരികമായിട്ട് പ്രശ്നങ്ങളുള്ളവരുണ്ട്, മാനസികമായിട്ട് പ്രശ്നങ്ങളുള്ളവരും ഉണ്ട്. എന്നുവെച്ചാൽ പല സാഹചര്യത്തിലും കൺട്രോൾ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നവരുണ്ട്. ഇവിടെ സ്ത്രീകളെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പുരുഷനെ പോലെ ഫാൻറ്റസിയിൽ കൂടി അല്ലെങ്കിൽ ചിന്തയിൽ കൂടി അത്ര പെട്ടെന്ന് ആ മൂഡിലേക്ക് വരത്തില്ല. അവർക്ക് ഈ കാര്യത്തിൽ ഇഷ്ടമുള്ളവരുടെ അല്ലെങ്കിൽ ആകർഷണമുള്ളവരുടെ ഒരു സ്പർശനം വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് സ്ത്രീകൾക്ക് ഈ കാര്യത്തിൽ മുൻകൈ എടുത്ത് പുരുഷനെ സഹായിക്കണമെങ്കിൽ അവരുടെ പെരുമാറ്റം അങ്ങനെ ആയിരിക്കണം. അല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്നത് അത്രയും നല്ലതെന്നേ അവർ കരുതത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇതൊരു ഷെയറിംഗ് ആണല്ലോ. അപ്പോൾ ഒരാൾക്ക് മാത്രം സംതൃപ്തി കിട്ടി അതുകൊണ്ടെല്ലാം സ്റ്റോപ്പാക്കുന്നു എന്ന രീതിക്ക് മാറ്റം വരണം. ഇപ്പം നമ്മൾ കാമപരമായിട്ടുള്ള എന്ത് കാര്യം ചെയ്താലും അതിൻ്റേതായിട്ടുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പം വീണ്ടും അത് ചെയ്യാൻ തോന്നുന്നത് എന്താ? അതിനകത്തുനിന്ന് എന്തോ ഒരു റിലാക്സേഷൻ അല്ലെങ്കിൽ എന്തോ ഒരു ത്രില്ല് ബ്രെയിന് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ പങ്കുവെക്കലിനകത്ത് ഏറ്റവും വലിയൊരു സംതൃപ്തി എന്താണെന്നറിയാമോ? എന്നെക്കൊണ്ട് എൻ്റെ പങ്കാളി തൃപ്തിപ്പെട്ടു എന്ന ചിന്തയാണ്. അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കി കൊടുക്കാൻ രണ്ടു പേരും ശ്രദ്ധിക്കണം. അതുപോലെ പങ്കാളിയായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് അത്ര ഒരു മനസ്സിൻ്റെ പ്രവർത്തനം അത്ര ശരിയല്ലെന്ന് തോന്നുവാണെങ്കിൽ രണ്ടു പേരുടെ തീരുമാനിച്ച് ഇത് തൽക്കാലത്തേക്ക് വേണ്ടെന്ന് വെക്കണം. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത്, മനസ്സിനകത്തൊരു സന്തോഷം ഉണ്ടെങ്കിലേ ഇത് ആസ്വദിക്കാൻ ഒക്കത്തുള്ളൂ. തന്നെയല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട ഹോർമോണും പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.